സത്വചനത്തിലേക്ക് സുസ്വാഗതം. വിശുദ്ധ മിഖായേലിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിൻ്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ അങ്ങ് കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിൻ്റെ ശക്തിയാൽ നരാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ അഭയശിലയാണ് ഈ വിശുദ്ധ കുർബാനയും അൾത്താരയും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. കർത്താവ് തന്നെ പറഞ്ഞതാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന്. ഓ സാക്രമെന്റ് മോസ്റ്റ് ഹോളി, ഓ സാക്രമെന്റ് ഡിവൈൻ, ഓൾ പ്രൈസ് ആൻഡ് ഓൾ താങ്ക്സ് ഗിവിംഗ് ബി എവറി മൊമെന്റ് thine. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ദൈവം ദർശനത്തിലൂടെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ദർശനമാണ്, ഒരു സ്വപ്നമായിരുന്നു. ഒരു വലിയ കപ്പൽ കടലിൽ, ഇങ്ങനെ സഭയാകുന്ന വലിയ കപ്പലാണ്. ആ കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പീഡനങ്ങളും ശത്രുതയും കൊണ്ട് കൊച്ചു ചെറു കപ്പലുകളും വഞ്ചികളും എല്ലാം വലിയ കപ്പലാകുന്ന ഈ സഭയിലേക്ക് അടുത്തടുത്ത് വന്ന് ഈ കപ്പലിനെ ആക്രമിക്കാൻ വരുന്നു. അങ്ങനെ 2 വലിയ സ്തംഭങ്ങൾ അല്ലെങ്കിൽ സ്തൂപങ്ങൾ അടുത്തടുത്തായി നിലകൊണ്ടു ഈ കപ്പലിനെ, സഭയാവുന്ന കപ്പലിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. വലിയ കപ്പലിനെ താങ്ങി നിർത്താനായിട്ട് ഈ 2 സ്തൂപങ്ങൾ നിലകൊള്ളുകയാണ്. വലിയ കപ്പലിനെ താങ്ങി നിർത്താൻ അതിൽ വലിയ 2 സ്തൂപങ്ങൾ. അതിലൊന്നിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതിമയും താഴെ ക്രിസ്ത്യാനികളുടെ സഹായവും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സ്തംഭത്തിൽ ഒരു ദിവ്യകാരുണ്യമാണ്, ദൈവീകാരുണ്യം. അതിനടിയിൽ വിശ്വാസികളുടെ രക്ഷയ്ക്കായി എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. 2 സ്തൂപങ്ങൾ, ഒന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും 2-ാമത്തേത് ദിവ്യകാരുണ്യത്തെയും. മാർപ്പാപ്പയാണ് ഈ കപ്പലിൻ്റെ കപ്പിത്താനായിട്ടും കാണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയെ താങ്ങി നിർത്തുന്ന പ്രധാനപ്പെട്ട 2 സ്തൂപങ്ങളാണ് വിശുദ്ധ കുർബാനയും പരിശുദ്ധ കന്യകാമറിയവും എന്നുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കർത്താവിനെ സ്വീകരിച്ചിട്ട്, നമ്മൾ ആ കർത്താവിനെ നാവിൽ സ്വീകരിച്ചിട്ട് ഒന്ന് പുറകെ നടക്കുന്ന സമയമുണ്ടല്ലോ, പുറംതിരിഞ്ഞ് നടക്കുന്ന സമയം, വിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ പോയിരുന്ന് കൈനീട്ടി കൈക്കൊണ്ട് കർത്താവിനെ സ്വീകരിച്ച് നമ്മൾ തിരികെ നടക്കുന്ന നിമിഷങ്ങൾ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. കർത്താവിൻ്റെ സക്രാരിയായ പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവിനെ സ്വീകരിച്ചിട്ട് നമ്മൾ ഒന്ന് പുറംതിരിഞ്ഞ് നടക്കുന്ന നിമിഷങ്ങൾ, ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉള്ളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾ, അത് നഷ്ടപ്പെടുത്തി കളയരുത്. വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ശരീരമായി മാറുവാൻ ജീവൻ്റെ അപ്പമായ കർത്താവ് ജീവനായിട്ട് മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് വിശുദ്ധ കുർബാനയുടെ സ്വീകരണം. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 5000 പേർക്ക് കർത്താവ് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സംഭവം ലൂക്കായുടെ സുവിശേഷത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയ അത്ഭുതം. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ദിവ്യബലിയിൽ നടക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം നിങ്ങൾ എവിടെ കാണാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ധ്യാന കേന്ദ്രങ്ങളിലല്ല, വലിയ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നിടത്തല്ല, വിശുദ്ധ ബലിയിലേക്ക് പോകണം, അൾത്താരയിലേക്ക് പോകണം. അവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത്. ഈ അത്ഭുതങ്ങൾ കാണാൻ എത്രയോ മനുഷ്യരാ ഓടുന്ന ഓരോ സ്ഥലങ്ങളിലേക്ക്. എന്തുകൊണ്ട് ദിവ്യബലിയിലെ അത്ഭുതങ്ങൾ കാണാനുള്ള കണ്ണ് കർത്താവ് നമുക്ക് തുറന്നു തരുന്നില്ല?
ആ ദിവ്യബലിയിലെ വലിയ അത്ഭുതങ്ങൾ കാണണം നമ്മൾ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായിട്ട് കൊടുത്തു. ഇവിടെ 4 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 5 അപ്പവും 2 മീനും, അത് തന്നെയാണ് വിശുദ്ധ ബലി നടക്കുന്നത്. 4 കാര്യങ്ങൾ. ഒന്ന്, he took the bread and the fish, അപ്പവും മീനും എടുക്കുക. രണ്ടാമതായിട്ട് set the blessing over them, അവയെ ആശീർവദിച്ചു. എന്നിട്ട് broke them, അവയെ മുറിച്ച്. നാലാമതായിട്ട് gave them to his disciples, ജനങ്ങൾക്ക് വിളമ്പാനായി കൊടുത്തു. ഇത് തന്നെ നടക്കപ്പെടുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും, ഓരോ ദിവ്യബലിയിലും, ഓരോ ആൾത്താരെയും, ഈ ലോകം മുഴുവനുമുള്ള എല്ലാ ആൾത്താരെയിലും പ്രിയപ്പെട്ടവരെ നടക്കുന്നത് തന്നെയാണ്. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ വിശുദ്ധ കുർബാനയെ വീണ്ടും പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അന്ത്യത്താഴത്തിൻ്റെ അവതരണമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുക. കർത്താവ് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്. ഓർമ്മയ്ക്കായി കർത്താവിൻ്റെ ശരീരത്തെ നമ്മൾ മുറിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഒരു അനുകരണമല്ലേ? ഒരു അനുകരണമല്ല, അതേ ബലി തന്നെയാണ് വിശുദ്ധ കുർബാന. കർത്താവ് അർപ്പിച്ച, പിതാവായ ദൈവത്തിന് എൻ്റെ പുത്രനായ ദൈവം അർപ്പിച്ച അതേ ബലി തന്നെയാണ് ഓരോ ആൾത്താരയിലും, ഓരോ ബലിയിലും നടക്കുന്നത്. അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന് പറയുന്നത് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി അപ്പവും വീഞ്ഞും മാറ്റപ്പെടുന്ന ഏറ്റവും വലിയ അത്ഭുതത്തിനാണ് ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ട്രാൻസബ്സ്റ്റൻസ്, the substance is transformed while maintaining its external appearance of bread and wine. അതിനാണ് ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, വസ്തുഭേദം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവ്യബലിയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ ഈശോയെ അടുത്തറിയാനും ഈശോയെ തിരിച്ചറിയാനും ഈശോയെ അറിയാനുമുള്ള ഏക മാർഗം വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയെ മറന്നുകൊണ്ട് ഒരു ജീവിതമില്ല, ഒരു കത്തോലിക്ക ജീവിതമില്ല, ഒരു ക്രൈസ്തവ ജീവിതമില്ല, ഒരു കരിസ്മാറ്റിക് ജീവിതവുമില്ല. വിശുദ്ധ കുർബാനയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക്. വേറൊരു ജീവിതവും നമുക്കില്ല. കർത്താവിനെ ഒരു നല്ല സുഹൃത്തായി കണ്ട് അടുത്തിടപഴകുവാൻ, എപ്പോഴും കൂട്ടിനായിട്ടുള്ള ഒരു കൂട്ടാളിയായിട്ട് കർത്താവിനെ മാറ്റുന്ന ഒരവസരമാണ് വിശുദ്ധ കുർബാന. നമ്മുടെ നല്ല ജീവിതത്തിന് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി നമ്മൾ കുർബാനയായിട്ട് മാറണം. ഓരോ വിശുദ്ധ ബലിയും സ്വീകരിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ വെറുതെ ഒരു കുർബാന സ്വീകരിച്ചിട്ട് നടക്കുകയില്ല. വിശുദ്ധ കുർബാനയായിട്ട് മാറാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ തന്നെയല്ലേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച്, കർത്താവിനെ സ്വീകരിച്ച് കുർബാനയായിട്ട് മാറുകയാണ്. മറ്റുള്ളവർക്ക് മുറിച്ച് കൊടുക്കപ്പെടാൻ വേണ്ടിയിട്ട്, ആശീർവദിക്കപ്പെട്ട് മുറിച്ച് കൊടുക്കപ്പെടാൻ വേണ്ടിയിട്ട് മാറിയ പരിശുദ്ധ അമ്മയെ പോലെ നമ്മളും വിശുദ്ധ കുർബാനയായിട്ട് മാറണം, മറ്റുള്ളവർക്ക് അപ്പമായിട്ട് മാറണം. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്, അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു എന്ന് 31-ാമത്തെ തിരുവചനം പറയുക. വിശുദ്ധ കുർബാനയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിവ് നൽകുന്ന കൂദാശ, നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന കൂദാശ വിശുദ്ധ കുർബാനയാണ്. ഈ വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാനും വിശുദ്ധമായിട്ടുള്ള പദ്ധതികൾ തിരിച്ചറിയാനും അത് നമ്മുടെ കണ്ണുകളെ തുറക്കണം. സ്വന്തം സഹോദരനെ അവനെ പോലെ കാണാൻ, കർത്താവ് അവനെ കാണുന്നത് പോലെ കാണാൻ, അവനിൽ അല്ലെങ്കിൽ അവളിൽ കർത്താവിനെ കാണാൻ, കണ്ട് സ്നേഹിക്കാൻ നമ്മൾ വിശുദ്ധ കുർബാനയാകണം. വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മാത്രം പോരാ, വിശുദ്ധ കുർബാനയാകണം. അവൻ്റെ കണ്ണിലൂടെ കർത്താവിനെ കാണാൻ വേണ്ടി, കർത്താവ് കാണുന്നത് പോലെ അവനെ കാണാൻ വേണ്ടി നമ്മൾ അവിടുത്തെ കരങ്ങളിൽ വെച്ച് കൊടുക്കപ്പെടണം. എടുത്ത് ആശീർവദിച്ച് മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ കുർബാനയായിട്ട് മാറണം. വിശുദ്ധ കുർബാനയിൽ കാൽവരി മലയിലെ അതേ യാഗവസ്തുവായിട്ടുള്ള പുത്രനായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് വീണ്ടും സമർപ്പിക്കപ്പെടുകയാണ്. ഓരോ ആൾക്കാരെയും എത്ര വലിയ അത്ഭുതമാണെന്നറിയോ, ഈ നിമിഷം ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയാണ്. 24 മണിക്കൂറും 24/7 7 ദിവസവും 24 മണിക്കൂറും ഓരോ വ്യത്യാസവുമില്ലാതെ എല്ലാ സമയത്തും അർപ്പിക്കപ്പെടുന്നതാണ് ദിവ്യബലി. തന്മൂലം വിശുദ്ധ കുർബാനയിലെ കുരിശിലെ ബലിയുടെ നവീകരണവും സുസ്ഥിരവുമായ അസ്തിത്വമാണ് വിശുദ്ധ കുർബാന. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ
11-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. ആരെങ്കിലും അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരായി പാപം ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു. നമ്മൾ യോഗ്യതയോടുകൂടി വേണം കർത്താവിനെ സ്വീകരിക്കാൻ. ഈശോ നമുക്ക് വേണ്ടി മരിച്ച അതേ യാഗബലി അവിടുന്ന് തരുന്നത് വെറും അപ്പവും വീഞ്ഞുമല്ല, അവിടുത്തെ ശരീരവും അവിടുത്തെ രക്തവുമാണ്. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ കൈനീട്ടി കൈക്കൊള്ളാൻ വേണ്ടിയിട്ട്. ഈശോയെ ഞാൻ കണിക്കൊള്ളുന്ന വെറും അപ്പമല്ല, അത് കുക്കിയാണ് അല്ല, ഇത് കർത്താവിൻ്റെ ശരീരമാണ്. യേശു ക്രിസ്തു പറഞ്ഞത് ഇതെൻ്റെ ശരീരവും ഇതെൻ്റെ രക്തവുമാണ്. യേശുവിൻ്റെ രക്തവും ശരീരവുമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, അതല്ലാതെ ഒരു അപ്പക്കഷ്ണമല്ല. യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവുമാണ് നമ്മൾ ഭക്ഷിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 21-ാമത്തെ തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ അറിയുന്നു. നമ്മൾ പാപിയാണ്, ജഡത്തിന് അടിമപ്പെട്ടു പോയ വ്യക്തികളാണ്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതെന്ന് നമ്മൾ ഏറ്റവും വിശുദ്ധമായിട്ട് തന്നെ പോകണം. കർത്താവിനോട് മാപ്പ് വരുന്നതുകൊണ്ട് തന്നെ വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. എൻ്റെ കർത്താവെ, ഞാൻ ഇതിൽ യോഗ്യയല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടുകൂടി പശ്ചാത്തപിച്ച് കുമ്പസാരിക്കണമെങ്കിൽ കുമ്പസാരിച്ചിട്ട് വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. മറ്റെല്ലാവരും കണ്ടല്ലോ, ഇല്ലെങ്കിൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് പോയി വിശുദ്ധ കുർബാന മാരകപാപത്തോടു കൂടി സ്വീകരിക്കല്ലേ, അത് ശാപമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റോമ 7:14-15 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പാപത്തിന് അടിമയായി വിലക്കപ്പെട്ട ജഡികന, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതാ. പാപം ചെയ്യുക ഏറ്റവും എളുപ്പമാണ്. വിശുദ്ധ കുർബാന തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ കൊച്ചു കൊച്ചു ലഘുപാപങ്ങളെല്ലാം വെറുത്തുപേക്ഷിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. ഒഴിഞ്ഞു മാറുകയല്ല വിശുദ്ധ കുർബാനയിലൂടെ ചെയ്യേണ്ടത്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കർത്താവിനെ കെട്ടിപ്പിടിക്കുക. വിശുദ്ധ കുർബാന എത്ര മനോഹരമാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഈശോനാഥൻ വരുന്നത്. ജലധാര അഗ്നിയെ കെടുത്തുന്നത് പോലെ കുർബാന വിഷയാസക്തിയെ കെടുത്താനുള്ള ശക്തി വിശുദ്ധ കുർബാനയ്ക്കുണ്ട്. കൗദാശികമായി യേശുക്രിസ്തു ഒരാത്മാവില് സന്നിഹിതമാകുമ്പോൾ പിശാച് ഭയന്നോടുക. ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ പിശാചൊക്കെ ഓടും. പിശാചിന് പിന്നെ നമുക്ക് ജീവിതത്തിൽ അർത്ഥമില്ല, ഒരു സ്ഥാനവുമില്ല. വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അത് യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോൾ ഒരു സാത്താനും പിന്നെ നമ്മളിൽ ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല, ഒരു അധികാരവുമില്ല. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. വിശുദ്ധ ക്ലാര പുണ്യതയെ നിങ്ങൾ സാധാരണ കുർബാനയോട് കൂടിയ ഒരു അരുളിക്കോട് കൂടിയ ഒരു കൈകളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും. ക്ലാര പുണ്യവതിയുടെ സാൽ ഡിമിയാനോ എന്ന സന്യാസ ഭവനത്തിലെ അങ്കണത്തിൽ ഒരു വെള്ളിയാഴ്ച ഒരു ഗണം ഭടന്മാർ ഇറച്ചു കയറി വരിക. സഹോദരികളെല്ലാം പേടിച്ച് നിലവിളിച്ചു. രോഗശയ്യയിലായിരുന്ന വിശുദ്ധ ക്ലാര സാവധാനം എഴുന്നേറ്റിരുന്ന് സഹോദരികളുടെ സഹായത്തോടു കൂടി കപ്പേളയിലേക്ക് നീങ്ങിയ. അങ്ങനെ ക്ലാര നിലത്ത് കമിഴ്ന്ന് വീണിട്ട് തൻ്റെ സഹോദരിമാരുടെയും അസീസി നഗരത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ധൈര്യം അവലംബിച്ചിട്ട് ക്ലാര എഴുന്നേറ്റ് സഹോദരിമാരോട് പറഞ്ഞു, സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ദൈവം നമ്മെയും അസീസി നഗരത്തെയും രക്ഷിക്കും. അസീസിയുടെ രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നെ തരാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് മരിച്ചു വീണ് എൻ്റെ ശരീരം ചവിട്ടി കളന്നല്ലാതെ അവർ നിങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഈ അസീസി നഗരത്തെ കർത്താവ് രക്ഷിച്ചുകൊള്ളും. എന്നിട്ട് അവൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരുന്ന അരുളിക്ക ഭക്തിയാദരങ്ങളോടുകൂടെ കൈകളിൽ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് മെല്ലെ പടയാളികളുടെ നേരെ തിരിഞ്ഞ് മുമ്പോട്ട് നീങ്ങി വാതിക്കലിലേക്ക് നിലയർപ്പിക്കുക. സൈനികരുടെ ഇടയിൽ പെട്ടെന്ന് ഒരു പരിഭ്രാന്തി അങ്ങോട്ടുണ്ടായി. അവർ ഭയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പരാജയ ഭീതിയോടെ ചിതറി ഓടി. എന്തോ ശക്തമായിട്ടുള്ള ഒരു പ്രവാഹം അവർക്കുണ്ടായി. അവർക്കൊന്നും കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഭയന്ന് ഓടുകയാണ്. ഈ കാഴ്ച കണ്ട് സഹോദരിമാർ വിസ്മയഭരിതരായിട്ട് നിൽക്കുക. അവർ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അസീസി നഗരത്തിൽ നിന്ന് സൈന്യം പിൻവാങ്ങി.